ഒരു 5 വർഷം മുന്നേ തൊട്ട് തന്നെ മൃണാൾ ചേട്ടന്റെ ഫുഡ് ബ്ലോഗ്സ് ഒക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു. ഒരു ഭക്ഷണപ്രിയ ആയതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ നന്നായിട്ട് ആസ്വദിക്കാറുണ്ടായിരുന്നു. പിന്നീട് എപ്പോഴോ പുള്ളി താനൊരു ഫുഡ് ബ്ലോഗർ ആണെന്നുള്ളത് മറന്നുപോയിട്ട് ഒരു ഫുഡ് റിവ്യൂവർ ആണ് എന്നുള്ള രീതിയിൽ പെരുമാറാൻ തുടങ്ങി. ശരിക്കും ഒരു ഭക്ഷണത്തിന്റെ ഉദ്ദേശം എന്താണ്? ഭക്ഷണത്തിന്റെ ആദ്യത്തെ ഉദ്ദേശം വിശപ്പ് മാറ്റുക എന്നുള്ളതാണ്. നല്ല വൃത്തിയുള്ള സാഹചര്യത്തിൽ വൃത്തിയോടുകൂടി ഉണ്ടാക്കിയ ഭക്ഷണം വിശപ്പ് മാറ്റാൻ സഹായിക്കുക. ഇതാണ് ഒരു ഭക്ഷണത്തിന്റെ ആദ്യത്തെ ഉദ്ദേശം. അതിൽ രണ്ടാമത്തെ സ്റ്റെപ്പാണ് സ്വാദ് ഉണ്ടാവുക എന്നുള്ളത്. സ്വാദിൽ തന്നെ നമുക്കതിനെ രണ്ടായിട്ട് തരംതിരിക്കാം. സ്വാദിന്റെ ആദ്യ പടി എന്ന് പറയുന്നത് ഉപ്പ്, മുളക്, മധുരം, പുളി, എരിവ് തുടങ്ങിയിട്ടുള്ള രുചികളെല്ലാം ശരിയായ അളവിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇനി സ്വാദിന്റെ രണ്ടാമത്തെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് വ്യത്യസ്തതയാണ്. ഇത്രയും സ്റ്റേജുകൾ കഴിഞ്ഞാലാണ് ഭക്ഷണത്തിന്റെ അവസാനത്തെ ഉദ്ദേശം വരുന്നത്, നമ്മളെ സന്തോഷിപ്പിക്കുക എന്നുള്ളത്. ഭക്ഷണം കൊണ്ട് നമുക്കുണ്ടാവേണ്ട സന്തോഷം അത് ഓരോരുത്തരെ സംബന്ധിച്ച് ഓരോന്നായിരിക്കും. നമ്മളൊരു റെസ്റ്റോറൻറ്റ് പോയിട്ട് പണം കൊടുത്ത് ഭക്ഷണം വാങ്ങിച്ചു കഴിക്കുമ്പോൾ അത് നമ്മളുടെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ദേഷ്യം വരും. ഒന്നെങ്കിലും അതിന്റെ ക്വാളിറ്റി നന്നാവണം, ക്വാണ്ടിറ്റി നന്നാവണം, സ്വാദ് ഉണ്ടാവണം. ഇതൊക്കെ നമുക്ക് വളരെ നിർബന്ധമാണ് അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും. പക്ഷേ മറ്റൊരു കാര്യം ചിന്തിച്ചൂടെ? എല്ലാ റെസ്റ്റോറൻറ്റുകളുടെ ഉദ്ദേശം ഒരേപോലെയല്ല. ഒരു നാട്ടില് അവിടുത്തെ നാടൻ പണിക്കാർക്കും അത്യാവശ്യക്കാർക്കും വഴിപോക്കർക്കും വേണ്ടിയിട്ട് ഉണ്ടാവുന്ന ഒരു ചെറിയ സെറ്റപ്പിലുള്ള ഹോട്ടൽ. ആ ഹോട്ടലിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തെ നമ്മൾ ഏത് അളവ് പോലും കൊണ്ടാണ് അളക്കേണ്ടത്? അങ്ങനെ ഒരു ഹോട്ടലിൽ കയറി ചെന്ന് വ്ളോഗ് എടുക്കുന്ന സമയത്ത് അവിടുത്തെ ഭക്ഷണം നമ്മളെ സംതൃപ്തിപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഭക്ഷണം കഴിച്ചാൽ ഡിപ്രഷൻ വരും, ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യാൻ തോന്നിപ്പോവും എന്നെല്ലാം പറയുന്നത് എത്ര വലിയ അപമാനമാണ്. ആ ഹോട്ടൽ നടത്തുന്ന ആൾക്കാർ എത്ര കഷ്ടപ്പെട്ടിട്ട് എത്ര വർഷങ്ങൾ കൊണ്ടായിരിക്കും ആ സംരംഭം ഈ നിലയിൽ ഓടിച്ചു കൊണ്ടുപോയിട്ടുണ്ടാവുക. പുള്ളി ഇങ്ങനെയെല്ലാം തന്റെ ബ്ലോഗിൽ പറഞ്ഞു വെച്ചതിനേക്കാൾ പ്രശ്നമായത് പുള്ളി ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയപ്പോൾ എല്ലാം കീഴ്മേൽ മറിഞ്ഞു എന്നുള്ളതാണ്. പുള്ളി പറഞ്ഞ കാര്യങ്ങളും ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളും തമ്മിൽ യാതൊരു കുലബന്ധവും ഇല്ല എന്നുള്ളതാണ് ആളുകൾ ഇപ്പൊ പുള്ളിയെ ഇങ്ങനെ പരിഹസിക്കാനുള്ള ഒരു കാരണമായി മാറിയത്.